ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സന്തോഷമുള്ള ഒരു പാട്ട് പാടട്ടെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാനുള്ള സമയമാണ്, ആരാധിക്കാനുള്ള സമയമാണിത്. കർത്താവിന് സ്തുതിയും സ്തോത്രവും ഒക്കെ കരയറ്റുവാനുള്ള സമയമാണിത്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു 3-4 പ്രാവശ്യം ഹല്ലേലൂയ പറയാൻ തുടങ്ങിയാലും, ലൈവ് ചാറ്റിലൊക്കെ ഇപ്പോൾ ഹല്ലേലൂയ എന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയാലും, കർത്താവിനെ സ്തുതിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാലും, അങ്ങ് എത്ര വലിയവനാണ്, അങ്ങ് എത്ര നല്ലവനാണ് കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. യു ആർ സോ ഗ്രേറ്റ് ലോർഡ്. കർത്താവെ, വി ആർ പ്രൈസിങ് യുവർ നെയിം ലോർഡ്. കർത്താവെ, അങ്ങയുടെ നാമത്തെ ഞങ്ങളിപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണപ്പാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ്, ഇന്ന് ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത്. കല്ലൂരിൽ നിന്ന് ലീന അജിത് ആൻഡ് അജിത് ഏബ്രഹാം ആണ്. താങ്ക് യു ലീന ആൻഡ് അജിത്. ഇന്ന് അവരുടെ മകൻ ജോയലിൻ്റെ 15ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ജോയൽ. മേ ദ ലോർഡ് ബ്ലസ് യു മോർ ആൻഡ് മോർ. കർത്താവ് ധാരാളമായിട്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതലായിട്ട് വളരുവാൻ, യേശുവിനോടുള്ള ദാഹമുണ്ടാകുവാൻ, അതോടൊപ്പം ജോയലിൻ്റെ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. ഈ ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ഈ 1-ാം തീയതി ഖത്തറിൽ വെച്ചിട്ട് നടക്കുകയാണ്. ഞാൻ അവിടേക്ക് വരികയാണ്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാനായിട്ട് എനിക്ക്, ഖത്തറീസ്, നിങ്ങളെ കാണാനായിട്ട് എനിക്ക് വളരെ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും സ്നേഹപുരസ്സരം ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം, അതായത് 2-ാം തീയതി എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച വൈകുന്നേരം ദുബായിൽ മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ അവിടേക്ക് വരികയാണ്. നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും ശരി, അവിടേക്ക് കടന്നു വരിക. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. എനിക്കൊരു കാര്യം ഉറപ്പാണ്, 2 പേർ ഐക്യമത്യ വിട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് അത് കേൾക്കും. ഹല്ലേലൂയ. അതുകൂടാതെ ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളുടെ ഡീറ്റെയിൽസ്, ഗ്ലോ വിമൻസ് കോൺഫറൻസ് നടക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. ഇന്ന് കേൾക്കാൻ പോകുന്നത് ജസ്റ്റ് ആസ് ഐ ആം, ഞാൻ ആയിരിക്കുന്നത് പോലെ തന്നെ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഒരു പുതിയ മോർണിംഗ് ഗ്ലോറി വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേട്ട സന്ദേശങ്ങൾ, ആനന്ദ തൈലം, നമ്മുടെ ദുഃഖങ്ങളൊക്കെ കർത്താവ് എടുത്ത് സന്തോഷമാക്കി, നൃത്തമാക്കി മാറ്റുന്ന അഭിഷേകത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. ഈ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടാവുന്ന, ക്രിസ്ത്യ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടാവുന്ന ഒരു സന്ദേശമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 6 ദിവസങ്ങൾ, ഇന്ന് തിങ്കൾ മുതൽ ഈ വരുന്ന ശനിയാഴ്ച വരെ ഒന്നുപോലും കളയരുത്. ബിക്കോസ് ദിസ് ക്യാൻ റെവല്യൂഷനൈസ് യുവർ സ്പിരിച്വൽ ലൈഫ്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം, ഒത്തിരി പേർക്ക് ഫോർവേഡ് ചെയ്യണം, നിങ്ങൾ പഠിക്കുന്ന മറ്റുള്ളവരെ പഠിപ്പിക്കണം, നോട്ട്സ് കുറിച്ചെടുക്കണം. ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഹൗ ടു അപ്രോച്ച് ജീസസ്. എങ്ങനെയാണ് യേശുവിനെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലേണ്ടത്. ഇവ ചിലരോടൊക്കെ പറയും, കാഷ്വലായിട്ട് നമ്മൾ പറയാം, ദൈവം പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് എല്ലാം ശരിയാക്കിക്കോളും. പക്ഷേ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, എവിടെ പോയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണോ, അല്ലെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കണോ, കൈ കൂപ്പി പ്രാർത്ഥിക്കണമോ, കൈ വിരിച്ച് പ്രാർത്ഥിക്കണോ, കൈ മലർത്തി പ്രാർത്ഥിക്കണോ, ഏത് പോസ്റ്ററിൽ ഇത് ചെയ്യണം, എന്ത് വാക്കുകളാണ് ഞാൻ പ്രാർത്ഥനയിൽ പറയേണ്ടത്, എന്ത് മനോഭാവത്തോടു കൂടിയാണ് ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലേണ്ടത്. ഇങ്ങനെയുള്ള ഒത്തിരി സംശയങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് എപ്പോഴും നമ്മുടെ മനസാക്ഷിയിൽ, നോർമലി ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ട്, ഐ എം നോട്ട് വർത്തി. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ എനിക്ക് യോഗ്യതയില്ല. കാരണം അത്രത്തോളം ഷോർട്ട് കമ്മിങ്സ് എൻ്റെ ലൈഫിലുണ്ട്. എന്തെല്ലാം കുറവ് വശങ്ങളാണ്.
എപ്പോഴും തെറ്റുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, തെറ്റായത് ഞാൻ ചിന്തിക്കുന്നു. വേണ്ടെന്ന് വിചാരിച്ചിട്ടും പെട്ടെന്ന് വായിൽ നിന്ന് വേണ്ടാത്തത് വന്നു പോകുന്നു. പെട്ടെന്ന് കോപം വരുന്നു, നിരാശ വരുന്നു, അവിശ്വാസം വരുന്നു. ഈ അവിശ്വാസം കൊണ്ട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക? ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആകപ്പാടെ മൂഡ് ഓഫാണ്. തലേ ദിവസത്തെ പലതും ഓർത്തിട്ടും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഓർത്തിട്ടൊക്കെ അങ്ങ് ഭയങ്കരമായ സമ്മർദ്ദമകത്ത് നിൽക്കുകയാണ്. ദൈവം ഉണ്ടോയെന്ന് വരെ ചിന്തിച്ചു പോകുന്ന സാഹചര്യം. എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും? എങ്ങനെ ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും? ഇതൊരു ഭയങ്കരമായൊരു പ്രശ്നമാണ്. മനുഷ്യകുലത്തെ മുഴുവൻ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു സംഭവമാണ്. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതിലുള്ള ബാരിയറുകൾ, എന്തൊക്കെയോ കന്മതിലുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ ഞാൻ ചെല്ലും? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടി, സുവിശേഷങ്ങളിലൂടെ 4 സുവിശേഷങ്ങളിലൂടെ ഒരു ചെറിയൊരു ഓട്ടം ഓടി. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം. ഇതിലൊക്കെ യേശുവിൻ്റെ അടുക്കിലേക്ക് പല ആളുകളും വന്നത് എങ്ങനെയാണ്, എന്ത് ഷേപ്പിലാണ്, എന്ത് മനോഭാവത്തിലാണ്, എന്ത് അവസ്ഥയിലാണ്, ഏത് സോഷ്യൽ സ്ട്രേറ്റിൽ നിന്നാണ് അവർ വന്നത്, ഇതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരല്പം വെളിച്ചം നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കണ്ട ഒരു ഫിനോമിനൺ തുറന്നു പറയാം. അന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നതിൽ ഭൂരിഭാഗം, ഏകദേശം ഒരു പക്ഷേ 98% യഹൂദന്മാരാണ്. യഹൂദന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, ജനതയാണ്. എന്ന് വെച്ചാൽ അങ്ങ് മുകളിലേക്ക് പോയി അബ്രഹാം വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് സന്തതി പരമ്പരകളെ ദൈവം അങ്ങ് അഡോപ്റ്റ് ചെയ്തു. സകല ജാതികളിൽ നിന്നും വ്യത്യസ്തമായി ഈ കൂട്ടരെ, യഹൂദരെ ദൈവം അങ്ങ് തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം പാർഷ്യലാണോ? ഒരിക്കലുമല്ല. പാർഷ്യാലിറ്റി കൊണ്ടല്ല. ദൈവം യഹൂദന്മാരെ തിരഞ്ഞെടുത്തത് അവരിലൂടെ സകല മനുഷ്യരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത അന്ന് എത്രയോ മനുഷ്യർ ഭൂമുഖത്തുണ്ടായിരുന്നു. പക്ഷെ പർട്ടിക്കുലർലി ഒരു അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? ആ വ്യക്തിയിലൂടെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ദൈവത്തിൻ്റെ പാർഷ്യാലിറ്റിയാണോ? അല്ല. നിങ്ങളെയും കർത്താവ് അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിലൂടെ സകലരെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. I can become a channel of blessing to all the nations of the world. ഞാൻ അതിനു വേണ്ടി അനുസരിച്ച് വിധേയപ്പെട്ട് നിന്നാൽ അത് സാധ്യമാണ്. Now, കണ്ട വലിയൊരു അത്ഭുതകരമായ ആശ്ചര്യകരമായൊരു സംഭവം എന്ന് പറയുന്നത്, ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നുവെന്ന് അവകാശപ്പെട്ട യഹൂദ മത പ്രമാണികൾ യേശുവിൻ്റെ അടുക്കൽ ശരിയായ രീതിയിൽ വരുന്നതിൽ പരാജയപ്പെട്ടു. എന്നാൽ സാധാരണ ജനം, എല്ലാവരും ഒന്ന് പറഞ്ഞേ, സാധാരണ ജനം, സാധാരണ മനുഷ്യർ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂളായിട്ട് വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ലൈവ് ചാറ്റിലല്ല, കമൻറ്റ് സെക്ഷനിലേക്ക് പോവുക. അതെവിടെയാണെന്ന് ആരോടെങ്കിലും പിള്ളേരോട് ചോദിച്ച് മനസ്സിലാക്കുക. അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക, സാധാരണ ജനം യേശുവിൻ്റെ അടുക്കൽ വന്നു. വാവ്! സാധാരണ ജനം, കോമൺ പീപ്പിൾ യൂസ് ടു ലിസൺ ടു ഹിം. അങ്ങനൊരു വചനം തന്നെയുണ്ട്. സാധാരണ ജനം അവനെ ശ്രദ്ധിച്ചു വന്നു. അതിൻ്റെ അർത്ഥം അസാധാരണക്കാരെന്ന് തോന്നിയ, അരിസ്റ്റോക്രാറ്റ്സ് ആയിട്ട് തോന്നിയ, ഈ മതത്തിൻ്റെ സ്ട്രക്ചറിലെ ഏറ്റവും ടോപ്പ് ലെവൽ ലീഡേഴ്സ് എന്ന് തോന്നിയ പലരും യേശുവിൻ്റെ അടുക്കൽ വരുന്നതിൽ പരാജയപ്പെട്ടു. അവർ വിമർശിച്ചു, അവരെ കുടുക്കു ചോദ്യങ്ങൾ ചോദിച്ചു. അവർ പലരും പരാജയപ്പെട്ടപ്പോൾ ഇതാ യേശുവിൻ്റെ അടുക്കൽ സാധാരണ ജനം വന്ന്, മുക്കുവന്മാർ, സാധാരണ ഫാമേഴ്സ്, ഈ കൈത്തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവരെല്ലാം വന്ന് യേശുവിൻ്റെ അടുക്കൽ ഒന്ന് അനുഗ്രഹം പ്രാപിച്ചു. സോ ജീസസ് ഇസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് സോ ഇൻട്രസ്റ്റിംഗ് ടു ലേൺ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജീസസ്. യേശു എങ്ങനെയുള്ളവൻ എന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ്. യേശുവിൻ്റെ
സ്വഭാവത്തെക്കുറിച്ച് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ദ നേച്ചർ ഓഫ് ജീസസ്. അത് പഠിക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെ അവൻ്റെ അടുക്കലേക്ക് ചെല്ലാം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, സുവിശേഷം 4 സുവിശേഷങ്ങളിൽ നിന്നും ചിലരെ ഞാൻ പെറുക്കിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകും. ചില ഈവൻസ്, ചില ഇൻസിഡൻസ്, ചില ക്യാരക്ടേഴ്സ് യേശുവിൻ്റെ അടുക്കൽ വന്ന രീതിയും യേശു അവരോട് ഇടപെട്ട രീതിയും കൊണ്ടുവരാൻ പോവുക. എന്തിനു വേണ്ടി? നമുക്കും അതുപോലെ ലളിതമായി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ജീസസ് ഈസ് വെരി സിമ്പിൾ. ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ജീസസ് ഈസ് വെരി സിമ്പിൾ. പറ്റുവാണെങ്കിൽ മൈ ജീസസ് എന്നങ്ങ് അടിച്ചോ. മൈ ജീസസ് ഈസ് വെരി സിമ്പിൾ. എൻ്റെ യേശു വളരെ ലാളിത്യമുള്ളവനാണ്. See, Jesus is the most complex personality who ever lived in human history. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണതയുള്ള ഒരു വ്യക്തിത്വം യേശുവാണ്. കാരണം ദൈവവും മനുഷ്യനും ചേർന്ന വ്യക്തിത്വമാണ്. സോ ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് പേഴ്സണാലിറ്റി. ആൾക്ക് മനസ്സിലാക്കാൻ തന്നെ ഹി വാസ് വെരി കൺഫ്യൂസിങ്. അറ്റ് ദ സെയിം ടൈം ഹിസ് അപ്രോച്ച് ഈസ് വെരി സിമ്പിൾ. In other words, we can approach Jesus in a very simple way. Very simple way. Okay. So Jesus is very simple. പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? അവർ തിയോളജി. നമ്മൾ ചെറുപ്പം മുതൽ സൺഡേ സ്കൂൾ ക്ലാസ്സിലും സ്കൂളിൽ അധ്യാപകരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ കണ്ടതും കേട്ടതും വായിച്ചതും അറിഞ്ഞതും നമ്മുടെ തലയിൽ കയറി പിടിച്ചിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദൈവശാസ്ത്രം നമ്മുടെ അകത്ത് കൊണ്ടുപോയി നമ്മൾ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു തിയോളജിയുടെ പീസ് ഇങ്ങനെയാണ്: ഗോഡ് ഈസ് വെരി സ്ട്രിക്റ്റ്, ഗോഡ് ഈസ് വെരി ക്രൂവൽ. ഒരു ചെറിയ തെറ്റ് പോലും കർത്താവ് സമ്മതിക്കില്ല, അവൻ വിശുദ്ധനാണ്. ഒരു ചെറിയ തെറ്റ് പോലും ഉണ്ടെങ്കിൽ നരകത്തിലേക്ക് എറിയും, തന്തൂരി പോലെ ആക്കി കളയും. ഇതെൻ്റെ അകത്ത് വന്നത് ഏതോ കാറ്റഗിസം ക്ലാസ്സിൽ ചില ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചു. നരകം ഇങ്ങനെയാണ്, ദൈവം ഒരു തരത്തിലും സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഒരു മുതിർന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ചെറിയ തെറ്റുകൾ പോലും, ഒരു നൂലിങ്ങനെ തുന്നി ഒരാൾ സൂചിയും നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അങ്ങനെ വന്ന് അതിൻ്റെ അറ്റം ഒരു ചെറിയ പീസ് നൂല് ബാക്കി വന്നു, അത് അയാൾ കളഞ്ഞു. അത് വേസ്റ്റ് ആക്കിയാൽ ശിക്ഷയാണ്. ഞാൻ കേട്ടത്. അപ്പം എനിക്ക് കിട്ടുന്ന പിക്ചർ എന്താ ദൈവത്തെക്കുറിച്ചുള്ള? ഇത്രയും ക്രൂരനായ, വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത ഒരു 3 സെൻറ്റിമീറ്റർ നൂല് പാഴാക്കിയാൽ അതിന് പോലും ശിക്ഷിക്കുന്നൊരു ദൈവം. ഇതൊക്കെയാണ് നമ്മുടെ കുരുന്ന് മനസ്സിൽ കയറുന്നത്. മറ്റൊന്ന്, കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, അവിടെ തന്നെ പറയാം, ദൈവം ശിക്ഷിക്കും, യേശു ഇത് കാണുന്നുണ്ട്, മര്യാദക്ക് കഴിച്ചോളണം. അപ്പോൾ ഒരു ഭയം കൊണ്ടുവരാൻ വേണ്ടി യേശുവിനെ ഉപയോഗിച്ചു. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, നമ്മുടെ ചർച്ചിൽ തന്നെ ചില വീടുകളിൽ, ഞാൻ പാസ്റ്ററോട് പറഞ്ഞു കൊടുക്കും കേട്ടോ, ഞാൻ ഡാമിൻ പാസ്റ്ററോട് പറയും, മര്യാദക്ക് കഴിച്ചോ, അല്ലെങ്കിൽ ഞായറാഴ്ച പോകുമ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പാസ്റ്ററെ കുറിച്ച് ഈ കുരുന്ന് മനസ്സിൽ കിട്ടുന്ന പിക്ചർ എന്താണ്? ഒരു മഹാക്രൂരനായൊരു പാസ്റ്റർ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പാസ്റ്റർ വടിയെടുത്തടിക്കും. അമ്മ എന്ന് പാസ്റ്ററോട് പറഞ്ഞു കൊടുക്കും. സോ പാസ്റ്ററെ ഒരു ഭീകര ജീവിയായി മാതാപിതാക്കൾ ചിലപ്പോൾ ടീച്ചേഴ്സിനായിരിക്കും പറയുന്നത്. ചിലപ്പോൾ പറയുന്നത് കോക്കാച്ചി വരും. ഞാൻ കേട്ടിട്ടുള്ളതാണ്. കോക്കാച്ചി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപക്ഷെ പിശാചിനെയാണോ എന്തിനെയാണോ അർത്ഥമാക്കിയെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ചില വീടുകളിലെ സംസാരമാണ്. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് വികലമായ ചില പിക്ചേഴ്സ് നമ്മുടെ അകത്ത് കടന്നുകൂടുന്നു. സോ വി ആർ അഫ്രൈഡ് ടു അപ്രോച്ച് ജീസസ്. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൽ തന്നെ നമുക്ക് പേടിയാണ്. പ്രാർത്ഥിച്ചാൽ പോലും വായിന്ന് എന്തൊക്കെയോ ഉരുവിട്ടിട്ട് വിട്ടുകളയാണ്. ഹാർട്ട് ദൈവത്തോട് അടുക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇതിന് ബാരിയറായി നിൽക്കുന്നത്? ബാഡ്, ഈവിൾ, റോങ് ബിലീഫ് സിസ്റ്റംസ്. നമ്മൾ വിശ്വസിച്ച് വച്ചിരിക്കുന്ന ചില സംഹിതകളുണ്ട്. അതിൽ ദൈവത്തെക്കുറിച്ചുള്ള റോങ് പിക്ചർ നമ്മുടെ അകത്ത് വരുന്നത് കൊണ്ട്
ആണ് ഈ പ്രശ്നം ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ മനുഷ്യരുടെ തിയോളജിക്കൽ ബോക്സിൽ നിന്ന് പുറത്തെടുക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധ്യമല്ല. സോ അന്നത്തെ കാലത്ത് യഹൂദന്മാർ, ഇപ്പം ഞാൻ നിങ്ങളെ ഒരു 2000 വർഷം മുമ്പിലേക്കല്ല പിമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അവിടെ it is amazing that people from non-Jewish and Gentile background could influence Jesus and receive great miracles than people from Jewish background. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെക്കാൾ പലപ്പോഴും മറ്റ് ജനതകളിൽപ്പെട്ടവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് വേഗത്തിൽ അനുഗ്രഹം ഭാവിച്ച് തിരിച്ചുപോയി. പല സംഭവങ്ങളുണ്ടായി. യഹൂദർ പലരും യേശുവിൻ്റെ അടുക്കൽ വന്ന്, പ്രത്യേകിച്ച് പ്രോമിനൻറ്റ് ക്യാരക്ടേഴ്സ്, റിലീജിയസ് ലീഡേഴ്സ്, അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിൽ പരാജയപ്പെട്ടു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതൽ തോറ പലതും ബൈഹാർട്ട് പഠിക്കുകയാണ്. അതുകൂടാതെ അവർ കൃത്യമായി വരുമാനത്തിൻ്റെ 1/10 പതാരം, ദശാംശം, 1/10 എല്ലാത്തിൻ്റെയും, എന്ന് വെച്ചാൽ ജീരകം, ചതകുപ്പ തുടങ്ങി എല്ലാത്തിൻ്റെയും 1/10 ദൈവത്തിന് വേണ്ടി മാറ്റിക്കൊടുക്കുക. ആഴ്ചയിൽ 2 ദിവസം ഫാസ്റ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ ഭയങ്കരമായ പ്രാർത്ഥന. ഒരു സാധാരണ യഹൂദൻ കുറഞ്ഞത് രാവിലെ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, വൈകിട്ട് 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന, എബ്രായ ഭാഷയിൽ സങ്കീർത്തനങ്ങൾ ചൊല്ലുക, ആരാധന ഗീതങ്ങൾ, ദൈവത്തെ സ്തുതിക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ഡിഡ് ഓൾ ദിസ് സ്റ്റഫ് ഇൻ എ റിലീജിയസ് വേ. എനിക്ക് ഈ മതത്തിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്ന, ഒരു മതത്തെ അധിക്ഷേപിക്കാനല്ല, നമ്മുടെ ഹ്യൂമൻ നേച്ചറിൽ കിടക്കുന്ന ഒരു സാധനമാണ് മതം. ഞാനും അങ്ങനെ ജീവിച്ച ആളായതുകൊണ്ടാണ്. ഒരു മതത്തിനും, ക്രിസ്ത്യ മതത്തിനും ഉൾപ്പെടെ ദൈവത്തെ രക്ഷിക്കാൻ സാധ്യമല്ല. ദൈവം ഒരു മതത്തിലെ അംഗമല്ല. ദൈവത്തിന് ഒരു മതത്തിലും മെമ്പർഷിപ്പ് ഇല്ല. ദൈവം ഒരു മതത്തിലും കൊണ്ടുപോയി വരിസംഖ്യ കൊടുക്കുന്നില്ല, മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. ഒരു മതത്തിലുമില്ല, ക്രിസ്ത്യ മതത്തിലുമില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. മതങ്ങൾക്ക് അതീതനാണ് ദൈവം. അവനൊരു വ്യക്തിയാണ്. അവന് ഹൃദയമുണ്ട്, അവന് മനസ്സുണ്ട്, അവന് മനസ്സലിവുണ്ട്, കണ്ണിച്ചോരയുണ്ട്, കരളലിയും പ്രാർത്ഥനകൾക്കും. ഹീസ് എ പേഴ്സൺ. നൗ ഇവരിതെല്ലാം യഹൂദന്മാർ ചെയ്തെങ്കിലും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൽ പരാജയപ്പെട്ടു. അപ്പോഴാണ് യേശു ഒരു ദിവസം മത്തായിയുടെ സുവിശേഷം 11:28 ഞാനിങ്ങനെ അനുമാനിക്കുന്നു, യേശു ഇങ്ങനെ നിന്നുകൊണ്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഓ മൈ ഗോഡ്! എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വചനം മാത്രം എത്ര 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഐ ലവ് ദിസ് വേഴ്സ്. സകല മാനവജാതിയെയും ഓപ്പൺ ഹാൻഡ്സോടുകൂടി വിളിക്കുന്ന ഒരു യേശു. കം ടു മീ all you who are weary and burdened and I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ആ വിളിയിൽ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത് who are weary and burdened, അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അല്ലാത്ത ഒരാളെ കാണിച്ചു തരാം. ഞാനിവിടെ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ലോഡെടുത്ത് തലയിൽ വെച്ചോ ഷോൾഡറിൽ വെച്ചോ ചുമക്കുന്ന ജോലി ചെയ്യുന്നവരെ കുറിച്ചല്ല. ലോഡിങ് അൺലോഡിങ് തൊഴിലാളികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിലെ ക്ലേശങ്ങൾ, ഭാരങ്ങൾ, ഇതില്ലാത്ത ആരുണ്ട് ഈ ഭൂമിയിൽ? ഒരു രാജാവിനുണ്ടായിരിക്കും, പ്രധാനമന്ത്രിക്കുണ്ടായിരിക്കും, താഴത്തോട്ട് വന്നാൽ എല്ലാവർക്കും ഉണ്ട് അവരവരുടേതായ ജീവിതത്തിലെ ക്ലേശങ്ങളും പ്രശ്നങ്ങളും. അങ്ങനെയുള്ള എല്ലാവരെയും കർത്താവ് വിരിച്ച് പിടിച്ച കൈകളോടുകൂടെ ഇങ്ങനെ സ്വാഗതം ചെയ്യുകയാണ്. വാ വാ. അങ്ങനെയുള്ളൊരു മനോഭാവമുള്ള യേശുവിൻ്റെ അടുക്കൽ അന്ന് വന്നത് ആരൊക്കെയാണ്? രോഗികൾ, കുഷ്ഠരോഗികൾ, കുരുടർ, മുടന്തന്മാർ, ഭൂതം ബാധിച്ചവർ, സാമ്പത്തികമായി തകർന്നവർ, നിരാശ ബാധിച്ചവർ, ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ,
കുടുംബം തകർന്നവർ, മക്കളില്ലാത്തവർ, ഏതെല്ലാം ഷേപ്പിലുണ്ടോ ആ ഷേപ്പിലെല്ലാം ആളുകൾ വന്നു. സാധാരണ ജനം വളരെ സിമ്പിളായി യേശുവിൻ്റെ അടുക്കൽ വന്ന് അനുഗ്രഹം പ്രാപിച്ച് തിരിച്ചുപോയി. എബ്രായ ലേഖനം 4:16 ആവർത്തിച്ച് ഞാൻ പറയാറുണ്ട്. അതിൽ പറയുന്നത്, ലെറ്റ്സ് ദെൻ അപ്രോച്ച് ഗോഡ്സ് ത്രോൺ ഓഫ് ഗ്രേസ് വിത്ത് കോൺഫിഡൻസ് so that we may receive mercy and find grace to help us in our time of need. കണ്ടോ, അവിടെ പറയുന്നത് തക്ക സമയത്ത് കരുണ ലഭിപ്പാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ കൃപാസനത്തിൻ്റെ മുമ്പാകെ ഏത് സമയം ധൈര്യത്തോടെ ചെല്ലാൻ. വാവ്. ഞാനിത് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഏലി ലമാ ശബക്തനി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പ്രാണനെ വിടുമ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി. അതിൻ്റെ അർത്ഥം, വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം പ്രവേശിച്ചിരുന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രാകാരത്തിലുള്ളവർക്കും അടുത്ത വിശുദ്ധ സ്ഥലത്തിലുള്ളവർക്കും സകല മനുഷ്യർക്കും ഓടിച്ചെല്ലാം. അത് പ്രാവചനികമായി സിംബോളിക്കായി ദൈവം കീറിപ്പറിച്ചതാണ്. മക്കളെ വാ, കാരണം എൻ്റെ പ്രിയ പുത്രൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്ത് നിങ്ങളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ മെറിറ്റ്സ് കൊണ്ടല്ല, നിങ്ങളുടെ ഗുണഗണങ്ങൾ കൊണ്ടല്ല, എൻ്റെ പുത്രനിൽ പ്രസാദിച്ചുകൊണ്ട് പുത്രൻ്റെ കെയർ ഓഫിൽ നിങ്ങൾക്ക് കയറി വരാം. അതുകൊണ്ടാണ് ഈ ദൈവസിംഹാസനത്തെ ATM ആയി ഞാൻ അവതരിപ്പിച്ചത്. ചില മോർണിംഗ് ഗ്ലോറി ചില നാളുകൾക്ക് മുമ്പ് ഞാനത് പറഞ്ഞത്. ATM എന്ന് വെച്ചാൽ എന്താണ്? എനി ടൈം മേഴ്സി. ഏത് സമയത്തും കൃപ കിട്ടാൻ, ഏത് പാതിരാവിലും, ഏത് പ്രഭാതത്തിലും, ഏത് സമയത്തും, ഏത് ഷേപ്പിലും അവൻ്റെ അടുക്കൽ നമുക്ക് ചെല്ലാം. എന്നാൽ ഇതിൽ പലപ്പോഴും നമുക്ക് തടസ്സം വരാറുള്ള പല കാര്യങ്ങളുണ്ട്. പാപങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, അവിശ്വാസം, സംശയം, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേട്ട ദൈവത്തെക്കുറിച്ചുള്ള വികലമായ തെറ്റിദ്ധാരണ, ഇതെല്ലാം നമ്മളെ തടുക്കാറുണ്ട്. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്, യേശുവിനെ വിശ്വസിച്ചിട്ട് ചെല്ലുന്നത് മക്കളായിട്ടാണ്. മക്കളിൽ കുറവുകളുണ്ട്, ദൈവത്തിനതറിയാം. നാം പൊടി എന്നവൻ ഓർക്കുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട്, മക്കളോട് കരുണ തോന്നിയിരിക്കുന്നു. ദൈവത്തിന് നമ്മൾ കരുണയുണ്ട്. കരുണ വറ്റിപ്പോയിട്ടില്ല. ദൈവത്തിൻ്റെ കരുണയുടെ നദി എന്ന് പറയുന്നത് ശരിയല്ല, ദൈവത്തിൻ്റെ കരുണയുടെ മഹാസാഗരം, ഓഷൻ ഓഫ് മേഴ്സി ഒരിക്കലും വറ്റിപ്പോയിട്ടില്ല, വറ്റാനും പോകുന്നില്ല. അതുപോലെ കൃപമേൽ കൃപ, കരുണമേൽ കരുണ കർത്താവ് നമുക്ക് തന്നിരിക്കാൻ. ഒരു വീട്ടിലേക്ക് ഗേറ്റ് കടന്നൊരു യാചകൻ വരികയാണ്, ഒരു ബെഗർ വന്നിട്ട് എന്തു ചെയ്യും? ബെഗ് ചെയ്യും അല്ലേ? വല്ലതെന്താ, അല്പം ഭക്ഷണം എന്താ, അല്പം പൈസ താ. എന്നാൽ മക്കൾ എങ്ങനെയാണ് വരുന്നത്? മക്കളിങ്ങനെ ഓടി കയറിയിട്ട് ആ ഫ്രിഡ്ജിലോട്ട് ചെന്ന് വലിച്ചു തുറന്ന് ഒരു കാഡ്ബറി എടുത്ത് കഴിക്കും അല്ലേ, ഒരു ഐസ്ക്രീം എടുത്ത് കഴിക്കും, ജ്യൂസ് എടുത്ത് കുടിക്കും, ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കും. ചിലപ്പോൾ ചോദിക്കുക പോലുമില്ല. അല്ലെ, അമ്മ എന്തെങ്കിലും താ, നീ വിശക്കുന്നു. ഇങ്ങനെയല്ല മക്കളുടെ അപ്രോച്ച്. ദിസ് ഇസ് ദ ഡിഫറൻസ്. നമ്മൾ യാചകരെ പോലെ ചെന്ന് യാചിക്കേണ്ട ആവശ്യമില്ല. മക്കളെന്ന ധൈര്യത്തോടെ നമ്മൾ ചെല്ലണം. ഇനി 1800കളിൽ നടന്നൊരു സംഭവമാണ്. ഈ നിങ്ങളൊരു പക്ഷെ കേട്ട് കാണും, ഷാലറ്റ് എലിയോട്ട് എന്ന് പറയുന്ന ഒരു സഹോദരി. അവളുടെ ജീവിതത്തിൽ വലിയൊരു സംശയമായിരുന്നു, എങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്താണ് ഒരു സ്വിസ് സുവിശേഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി A.C. സിർമലാൻ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ അടുക്കൽ ചെന്നിട്ട് അവൾ പറഞ്ഞു, എനിക്ക് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണമെന്നുണ്ട്, പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ, എങ്ങനെ ചെല്ലണമെന്ന് അറിഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യനൊരു കാര്യം പറഞ്ഞു, കം ടു ഹിം ജസ്റ്റ് ആസ് യു ആർ. നീ എങ്ങനെയാണോ അതുപോലെ നേരെ അങ്ങ് കയറി ചെല്ലാൻ പറഞ്ഞു. കം ടു ഹിം ജസ്റ്റ് ആസ് യു ആർ. 12 വർഷങ്ങൾക്ക് ശേഷം 1834 ഈ ലേഡി ഒരു പാട്ടെഴുതി. ആ പാട്ടിൻ്റെ പേരാണ് ജസ്റ്റ് ആസ് ഐ ആം. ക്ലാസിക് ബില്ലി ഗ്രഹാം ക്രൂസൈഡുകളിൽ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ, സുവിശേഷം ശക്തമായി പ്രസംഗിച്ച ശേഷം ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ ബില്ലി ഗ്രഹാം ക്വയർ എല്ലാ ക്രൂസൈഡിലും പാടിയിരുന്ന പാട്ടാണ് ജസ്റ്റ് ആസ് ഐ ആം.
അതിൻ്റെ വരികൾ ഭയങ്കരമാണ്. ഈ സുവിശേഷകൻ പറഞ്ഞത് കേട്ട് അവൾ, ഈ ഷാലറ്റ്, യേശുവിൻ്റെ അടുക്കിലേക്ക് ആയിരുന്ന അവസ്ഥയിൽ, പാപമുണ്ട്, കുറവുണ്ട്, തെറ്റുണ്ട്, എല്ലാം ഉണ്ട്, സംശയമുണ്ട്, എല്ലാ വികാരങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ അങ്ങ് കയറി ചെന്നപ്പോൾ യേശു സ്വീകരിച്ചു. ഇതോർത്തുകൊണ്ട് ദൈവം എത്ര കരുണയുള്ള, ഏത് മനുഷ്യനെ ഏത് ഷേപ്പിൽ സ്വീകരിക്കുന്നവനാണ് യേശു എന്നുള്ള അർത്ഥത്തിലാണ്. അതിൻ്റെ വരികളൊക്കെ ഭയങ്കരമാണ്. ഒരു പഴയ ഇംഗ്ലീഷ് ലാംഗ്വേജാണ്, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്പം മനസ്സിലാക്കും. പക്ഷെ ആ പാട്ട് നമുക്കിപ്പോൾ ഒന്ന് കേൾക്കാം. ഈ ഒരൊറ്റ പാട്ട് കേട്ട്, ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയല്ല. ഈ ഒരൊറ്റ പാട്ട് കേട്ട് ജനലക്ഷങ്ങൾ ലോകം എമ്പാടും പതിറ്റാണ്ടുകൾ യേശുവിലേക്ക് വന്നു. ഓർക്കണം, 19-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പാട്ടാണ്. ബില്ലി ഗ്രഹാം അതിനെ വിശ്വവിഖ്യാതമാക്കി. അനേകർ യേശുവിലേക്ക് അറപ്പ് കൂടാതെ ചെല്ലാൻ ഈ പാട്ടിൻ്റെ വരികൾ ഇടയാക്കി. കൂപ്പുകളോടെ പറയട്ടെ, ബ്രദർ, സിസ്റ്റർ, കുഞ്ഞുങ്ങളെ, വലിയവരെ, എല്ലാവരോടും ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ, അതുപോലെ തന്നെ അങ്ങ് ചെല്ലാം. ചിലവർക്കൊന്ന് കുളിച്ച് ഡ്രസ്സ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആ ഷേപ്പിൽ തന്നെ ഒരു ഞൊടിയിടയിൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. ജസ്റ്റ് ആസ് ഐ ആം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ജസ്റ്റ് ആസ് ഐ ആം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാമോ? ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇതാ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ അങ്ങയുടെ അടുക്കിലേക്ക് വരികയാണ്. രോഗികളെങ്കിൽ രോഗികളായി, പാപികളെങ്കിൽ പാപികളായി, കർത്താവ് എല്ലാവരെയും സ്വീകരിക്കുന്നതിനായി നന്ദി. യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചിട്ടില്ലാത്തവർ എന്നോടൊപ്പം ഒന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കണേ. യേശുവേ, ഞാനായിരിക്കുന്നത് പോലെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങ് നൽകുന്ന നിത്യജീവൻ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. യേശുവേ, അങ്ങൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ്. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ഹൃദയങ്ങൾ സൗഖ്യമാകട്ടെ. എന്താണ് ആവശ്യം അത് കർത്താവ് കൊടുക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണുന്ന ലിങ്കുകൾ അയച്ചു കൊടുക്കുക, വാട്സപ്പ് സ്റ്റേറ്റസിലിടുക. ഗോഡ് ബ്ലെസ് യു. ബൈ.